ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർപോയിന്റിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. സ്കൂൾ കുട്ടികൾ തൊട്ടിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി, ടീച്ചേഴ്സിനായാലും ശരി, ഒരുപോലെ യൂസ് ഉള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചില സമയത്ത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പുറത്തു നിന്നുള്ള സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പവർ പോയിന്റിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്. അതെവിടെയാന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ടാബിൽ തന്നെ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ റെക്കോർഡ് സ്ലൈഡ് ഷോ എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതാ ഇവിടെയാണുള്ളത്. സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് ഇത് എവിടെയാണ് കാണാൻ സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് ടാബിൽ പോവുക. ഇവിടെ ഇൻസേർട്ട് ടാബിൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയ വിൻഡോ വരുന്നതായിരിക്കും. ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യാനുണ്ട്. ഇനി സെലക്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഏരിയ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ഏരിയ ആണോ നമുക്ക് വേണ്ടത് ആ ഏരിയ മാത്രം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആ ഒരു ഏരിയ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഈ റെക്കോർഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇനി പറയാം നമ്മുടെ ക്ലാസ്സിൻ്റെ ഓരോ കാര്യങ്ങളായിരിക്കും. ഞാനിവിടെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിനെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഫിൽ കളർ യൂസ് ചെയ്യാം. കണ്ട, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തു. ഇനിയിപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിൻഡോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കേഴ്സർ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. കണ്ടല്ലോ, ഇനി ഇതാ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റോപ്പ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ആ പവർ പോയിന്റിൻ്റെ ആ സ്ക്രീനിലേക്ക് വരും. നമ്മുടെ റെക്കോർഡഡ് വീഡിയോവും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രിം എന്നുള്ള ഓപ്ഷൻ കണ്ടല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ തൊട്ടിട്ടാണോ വേണ്ടത് അവിടെ തൊട്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ, അതായത് ഇത് പ്ലേ ആക്കിക്കൊണ്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിനെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവിടെ മുതലാണോ വേണ്ടത് അവിടെ മുതലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെയും എൻഡും നമുക്ക് കംപ്ലീറ്റ് വേണ്ട എങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടല്ലോ. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് മീഡിയ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മീഡിയ 1 എന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് എക്സൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. excel.mp4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിനി ഡെസ്ക്ടോപ്പ് ഒന്ന് നോക്കാം. കണ്ട, excel.mp4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഞാനിവിടെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിനെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഫിൽ കളർ യൂസ് ചെയ്യാം. കേട്ടല്ലോ. അപ്പം വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്കിത് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേറെ സോഫ്റ്റ്വെയർസ് ഒന്നും യൂസ് ചെയ്യാണ്ട് പവർ പോയിന്റിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് റെക്കോർഡ് സ്ലൈഡ് ഷോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ സ്ലൈഡ്സ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ റെക്കോർഡ് ഫ്രം കറണ്ട് സ്ലൈഡ് എന്നുണ്ട്, റെക്കോർഡ് ഫ്രം ബിഗിനിങ് എന്നുണ്ട്. ഞാനിപ്പോൾ കറണ്ട് സ്ലൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള സ്ലൈഡിൽ നിന്ന് തന്നെയാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു അടിപൊളി ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നമ്മുടെ ക്യാമറ വേണമെങ്കിൽ ഓൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്, വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പ്രൊഫഷണൽസ് ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ സൈഡിലൊരു സ്ക്വയർ ഷേപ്പിൽ അവരെയും കൂടെ കാണാം അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്യാം ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ഈ സ്ലൈഡ് അങ്ങനെ തന്നെ റെക്കോർഡ് ആവുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഞാനിവിടെ ഓൾറെഡി ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്ലൈഡാണ്. അപ്പോൾ ഇതിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ലൈഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണ്ടിനെയൊക്കെ സെയിം ടൈപ്പ് ഓഫ് ഫോണ്ട് ആക്കണം. ഓക്കെ, നമ്മൾ യൂഷ്വലി ചെയ്യുക എങ്ങനെയാണ്, ഓരോ സ്ലൈഡ് എടുത്ത് അതിലെ ലെറ്റേഴ്സിനെ സെലക്ട് ചെയ്ത് പിന്നെ ഫോണ്ട് എടുത്ത് നമുക്ക് വേണ്ടത് എന്താണോ അത് ഓരോരോ സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ 10-12 സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണ്ടിനെയൊക്കെ സെയിം ടൈപ്പ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ടാബിൽ റീപ്ലേസ് എന്ന് കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ റീപ്ലേസ് ഫോൺസ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം റീപ്ലേസ് എന്നല്ലേ. അപ്പോൾ ഇതൊന്ന് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിനെയാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏരിയലിനെ ഞാൻ മാറ്റിയിട്ട് ബെർലിൻ സാൻസിലേക്ക് തന്നെ ആക്കുകയാണ്. അവിടെ ഏരിയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റീപ്ലേസ് വിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ബെർലിൻ സാൻസ് ഇവിടുന്ന് ചൂസ് ചെയ്യും. ഇതിലേക്കാണ് എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്യുന്നു. റീപ്ലേസ് എന്ന് ചെയ്യാണ്. ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും റീപ്ലേസ് ആവുന്നത്. അപ്പോൾ ഞാൻ റീപ്ലേസ് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ആ സ്ലൈഡൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്തിനാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അതായത് ഏരിയൽ ബ്ലാക്കിനെയും എനിക്ക് ബെർലിൻ സാൻസിലേക്ക് ആക്കണം. അപ്പോൾ അതും കൂടി സെലക്ട് ചെയ്യുന്നു. ബെർലിൻ സാൻസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതും കൂടി മാറിയിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ നമുക്ക് ചേഞ്ച് ആക്കണോ അതൊക്കെ സെലക്ട് ചെയ്യുക. റീപ്ലേസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്ലൈഡുകളെല്ലാം തന്നെ ഒരേ ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫോണ്ടിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3D ഒബ്ജക്ട്സിനെ നമ്മളെ സ്ലൈഡ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് എന്നുള്ളതല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ കുറച്ചൊന്ന് സൈഡിലേക്ക് ആക്കാൻ പോവാണ്. ഇതിനെ ഞാനൊന്ന് പിടിച്ച് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സ്ലൈഡ് വെച്ചിട്ട് സ്ട്രക്ചർ ഓഫ് ഹാർട്ടാണ് പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഹാർട്ടിൻ്റെ പിക്ചർ അവിടെ കൊടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസേർട്ടിൽ പോവുകയാണ്. എന്നിട്ട് നമ്മൾ 3D മോഡൽസ് എന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. ഇത് സ്റ്റോക്ക് 3D മോഡൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾ ആനിമേറ്റഡ് മോഡൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ആനിമേറ്റഡ് മോഡൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഹാർട്ടാണ് എടുക്കുന്നത്. ദെൻ ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹാർട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് പഠിപ്പിക്കാൻ വളരെ ഈസി ആയിരിക്കും. എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒരു 3D ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡ്സും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്ലൈഡ്സിന് നമുക്ക് ഒരു ജീവൻ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇൻസേർട്ടിൽ പോയിട്ട് ഒരു ഷേപ്പ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പിക്ചറാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പിക്ചർ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാനിവിടെ ഒരു ഷേപ്പാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കിതിൻ്റെ കോപ്പികൾ വേണം. അപ്പോൾ വീണ്ടും ഞാൻ ആ ഷേപ്പിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Ctrl+D പ്രസ് ചെയ്ത് കൊടുക്കുക. എത്ര കോപ്പീസ് വേണോ അത്രയും തവണ Ctrl+D പ്രസ് ചെയ്താൽ മതി. ഇതിനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ പൊസിഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടോ, നമുക്ക് വേണ്ടുന്നിടത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ഈ ഒരു ഐക്കൺസിൽ ഞാനിവിടെ ബേർഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ബേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എനിക്കിതിൻ്റെ കോപ്പീസ് വേണം. ഒരുപാട് ബേർഡ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ Ctrl+D പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് വേണ്ടെടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അടുത്തായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ടീച്ചേഴ്സിനും അതേപോലെ തന്നെ സ്ലൈഡ്സ് പ്രസൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് യൂസ് ഉള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് സ്ലൈഡ് ഷോ ചെയ്യാണ്. സ്ലൈഡ് ഷോ എങ്ങനെ ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മളിപ്പോൾ സ്ലൈഡ് ഷോയിലാണുള്ളത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പോയിന്റർ ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പോയിന്ററാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ലേസർ പോയിന്ററാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ട നമ്മുടെ കേഴ്സർ എന്തായി, ഒരു ലേസർ പോയിന്റിലേക്ക് മാറിയിരിക്കുന്നു അല്ലേ. പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സ്ലൈഡ്സിനൊക്കെ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ലേസർ പോയിന്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വീണ്ടും പോയിന്റർ ഓപ്ഷൻസ് എടുക്കുക. ദെൻ പെൻ എന്നുള്ളത് എടുക്കാം. അപ്പോൾ പെന്നാകുമ്പോൾ നമുക്കിങ്ങനെ വരച്ചൊക്കെ കൊടുക്കാം. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുമല്ല ഹൈലൈറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഹൈലൈറ്റർ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതാകുമ്പോൾ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കണക്റ്റേഴ്സ്. ഓക്കെ, കണക്റ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിനെ ഞാൻ എങ്ങോട്ടേക്ക് തിരിച്ചാലും എൻ്റെ കൂടെ ഈ കണക്ടർ ഉണ്ടാവും. കണക്ടർ ലൈൻ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ ഒരു വൈറ്റ് കളറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ എവിടെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ചെറുതാക്കി വെക്കണമെങ്കിൽ ചെറുതാക്കി വെക്കാം. ഏതൊരു ഷേപ്പിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു പുതിയ സ്ലൈഡ് എടുക്കുകയാണ്. കുറച്ച് ഷേപ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഓവൽ ഷേപ്പാണ് എടുത്തത്. ആ ഓവൽ ഷേപ്പ് എടുത്ത് വരയ്ക്കുന്നു. ഞാൻ ഇതിൻ്റെ തന്നെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണേ.
കൺട്രോൾ ഡി. 2 ഓവൽ ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഇതേപോലെ പ്ലേസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഷേപ്പ് ഫില്ല് ചെയ്യാം. അതായത് ഈ ഒരു ഓവൽ ഷേപ്പ് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഷേപ്പ് ഫില്ല് എടുത്തിട്ട് ഈ ബ്ലൂ കളറാണ് വേണ്ടതെങ്കിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. റെക്റ്റാങ്കിൾസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേണ്ട കോപ്പീസൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ കണക്ടർ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് സിമ്പിളായിട്ട് ഇവിടുന്ന് ഒരു ലൈൻ എടുക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രോ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡ്രോ ചെയ്യുന്ന ആ സ്പോട്ടിൽ ഈ ഒരു ലൈനിൻ്റെ എഡ്ജിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം ഈ ഒരു സർക്കിളിൽ ഏതൊക്കെ കണക്ഷൻ പോയിൻറ്റ്സ് ആണ് ഉള്ളതെന്ന്. കണ്ടല്ലോ, അപ്പോൾ ആ ഡോട്ട് കാണുന്നതാണ് ഇതിലൊക്കെ ഉള്ള കണക്ഷൻ പോയിൻറ്റ്സ്. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സർക്കിളിൻ്റെ ഏതെങ്കിലും 2 സ്ഥലത്ത് വന്നിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്ഷൻ പോയിൻറ്റുമായിട്ട് തന്നെ ഇതിനെ കണക്ട് ചെയ്ത് വെക്കണം. ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ ഈ കണക്ടർ ലൈൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ഞാനിത് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ഈ ഒരു ഓവൽ ഷേപ്പിനെ ഞാനൊന്നും കണക്ട് ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു കണക്ഷൻ പോയിന്റിൽ തന്നെ വന്നിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലൈനിനെ എടുത്ത് കണക്ഷൻ പോയിന്റിൽ തന്നെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാം. ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ട് ആ സർക്കിളിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കണക്ഷൻ പോയിന്റ് ഒക്കെ തന്നെയും കാണുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോളാം, നമ്മുടെ ഈ ഓവലിനെ നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പീസ് എത്രണ്ണം വേണോ അത്രയും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കണക്ഷൻ പോയിന്ററിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. കണക്ഷൻ പോയിന്റിൽ തന്നെ വെക്കണം. ഇനി അടുത്ത ലൈൻ എടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഷേപ്സിനും തന്നെ കണക്ടർ ലൈൻസ് വെച്ച് കഴിഞ്ഞു അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇത് മൂവ് ചെയ്ത് വെക്കാം. കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ബോൾഡ് ആക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ കമ്പ്യൂട്ടറും തലതിരിഞ്ഞു പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതില്ലാണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. ദെൻ ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് എഴുതാണ്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ എന്നുള്ള ആ ലെറ്റേഴ്സിന് ഒരു അനക്കവും പറ്റിയിട്ടില്ല അല്ലേ. അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷേപ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.